പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ ഗുസ്തി താരമെന്ന എല്ലാ ടൈറ്റിലുകളും മാറി മറിഞ്ഞിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ലൈംലൈറ്റിലേക്ക് വന്ന ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ സംഭവത്തിൽ അനുകൂലിച്ച് നിരവധി പേർ മുന്നോട്ട് വന്നു. അനീതി നേരിടുന്നവരെ പിന്തുണയ്ക്കണം, സഹായിക്കണം, ഐക്യദാർഢ്യം കൊടുക്കണം. എന്നാൽ അത് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടാകണം. നമ്മളിൽ ചിലരെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ വിനേഷിന് ഐക്യദാർഢ്യം നൽകി പോസ്റ്റുകളും വാർത്തകളും ഷെയർ ചെയ്തപ്പോൾ ചിലർ സത്യത്തെ മനഃപൂർവ്വം മറച്ചുവെച്ച് രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിച്ചത്. സർക്കാരിനെ മനഃപൂർവ്വം കരിവാരി തേക്കാനായി ശ്രമിക്കുന്നവരെ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. വിനേഷിനെ ഒരു രാഷ്ട്രീയ ടൂളാക്കി മാറ്റാനാണ് പലർക്കും താല്പര്യം. ഇതിനൊക്കെ പിന്നിലെ സത്യം എന്താണ്? ആരുടെ പക്കലാണ് തെറ്റ്? 2 കിലോയായിരുന്നു വിനേഷിൻ്റെ ഓവർ വെയ്റ്റ്. ഒറ്റ രാത്രി കൊണ്ട് കഴിയാവുന്നത്ര ചെയ്തു. വർക്കൗട്ടിനും ഡയറ്റിനും പുറമെ മുടിയും ബ്ലഡും വരെ അവർ എടുത്തു. എന്നിട്ടും 1.9 കിലോയെ കുറയ്ക്കാനായുള്ളൂ. മിച്ചം വന്ന 100 ഗ്രാമിൻ്റെ പേരിൽ അയോഗ്യയായി. ഒരു കായിക താരം നേരിടാൻ പാടില്ലാത്ത അനുഭവങ്ങളിലൂടെയാണ് വിനേഷ് ഫോഗട്ട് കടന്നുപോയതെന്ന് താരത്തിൻ്റെ മുൻ പരിശീലക ജാസ്മിൻ ജോർജ് പറഞ്ഞിരുന്നു. ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറവായതിനാൽ ആശുപത്രിയിലാവുകയും ചെയ്തു. ഇപ്പോഴിതാ വിനേഷ് വിരമിക്കലും പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഫാക്ട് ചെക്ക് ചെയ്യാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലതും പടച്ചുവിടുന്നവർ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർ സർക്കാർ വിനേഷിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും വൈരാഗ്യബുദ്ധിയോടെ ഇന്ത്യൻ കായിക താരങ്ങളോട് പെരുമാറുന്നു എന്നുമൊക്കെയുള്ള നുണപ്രചാരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യാതെ കൂടെ തുള്ളുന്നത് അപലപനീയമാണ്. ഗവൺമെൻറ് 70 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് വിനേഷിന് പേഴ്സണൽ കോച്ചും നൽകി ഒളിമ്പിക്സ് തയ്യാറെടുപ്പ് നടത്തിയത്. ഫൈനൽ വരെ വിനേഷ് എത്തുകയും ചെയ്തു. കുപ്രചരണങ്ങൾ നടത്തുന്നവർ പറയുന്ന പോലെ വിനേഷിനോട് ഗവൺമെൻറ് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കേണ്ടതോ മികച്ച കോച്ചിങ് നൽകേണ്ടതോ ആയ ആവശ്യമില്ലായിരുന്നു. ഒരുപക്ഷെ വിനേഷ് ഫോഗട്ട് എന്ന വ്യക്തി ഇന്ത്യൻ ഗുസ്തി ടീമിൽ ഉണ്ടെന്ന് പോലും ഏവരും അറിയുന്നത് സെമിയിൽ അവർ എത്തിയപ്പോഴാകും. പാരീസിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്ന വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് രാജ്യം നൽകാറുള്ള സ്വീകരണം നൽകുമെന്നും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞിരുന്നു. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ജേതാവിനെ സ്വീകരിക്കുന്നത് പോലെ വിനേഷിനെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നും അർഹമായ എല്ലാ പാരിതോഷികങ്ങളും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിനേഷിന് ആശ്വാസമേകി പ്രധാനമന്ത്രി മുന്നോട്ട് വന്നിരുന്നു. മറ പിടിച്ച് എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിച്ച് സത്യത്തിനെ പുക കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ പാവകളായി മാറാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്.